നമസ്കാരം. ഒരു മനുഷ്യനെ സമ്മർദ്ദത്തിലാക്കി കൊല്ലുക, ഇതെന്ത് നീതിയാണ്? ഡോക്ടർ CJ റോയ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞൊരു വാചകമുണ്ട്, ഞാൻ എപ്പോൾ മരിച്ചാലും ഹാപ്പിയാണ് എന്ന്. ഈ ഒരു വീഡിയോയ്ക്ക് ആധാരം അരുൺ രാഘവൻ എന്ന ഒരു മാധ്യമ പ്രവർത്തകന്റെ ഒരു കുറിപ്പാണ്. EDയുടെ റെയ്ഡുണ്ട്, ആ അഭിമുഖം നിങ്ങൾ ഈ സമയത്ത് കൊടുക്കേണ്ട, അത് പിൻവലിക്കുക എന്ന് പറഞ്ഞ് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഉടമയായിട്ടുള്ള CJ റോയ് ഒരു ഫോൺ സന്ദേശം അയക്കുന്നു. ആ CJ റോയിയുടെ ആ പ്രവൃത്തിയെക്കുറിച്ചാണ് മാധ്യമ പ്രവർത്തകനായിട്ടുള്ള അരുൺ രാഘവൻ കുറിപ്പിട്ടിരിക്കുന്നത്. കോൺഫിഡൻസ് ഗ്രൂപ്പ് ഉടമയായിട്ടുള്ള CJ റോയ് ജീവനൊടുക്കിയതിന് പിന്നാലെ അദ്ദേഹം അന്വേഷണ ഏജൻസികളുടെ സമ്മർദ്ദത്തിലായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന കുറിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്റർവ്യൂ എപ്പോൾ അപ്ലോഡ് ചെയ്യുമെന്ന് ഇടയ്ക്കിടെ അന്വേഷിച്ചിരുന്ന റോയ് ED റെയ്ഡ് വന്ന സമയത്ത് വീഡിയോ നീക്കം ചെയ്യാൻ അപേക്ഷിച്ചുവെന്നും ED റെയ്ഡ് ചെയ്താലുള്ള പ്രശ്നങ്ങൾ അറിയാമല്ലോ എന്ന് തന്നോട് ചോദിച്ചുവെന്നും അരുൺ രാഘവൻ തന്റെ കുറിപ്പിൽ പറയുന്നു. എല്ലാം നേടിക്കഴിഞ്ഞെന്നും ഇനി എപ്പോൾ മരിച്ചാലും ഹാപ്പിയാണ് എന്നും അദ്ദേഹം ആ അഭിമുഖം ഷൂട്ട് ചെയ്യുന്നതിനിടെ പറഞ്ഞിരുന്നുവെന്നും മാനസിക സംഘർഷത്തിനിടെ ആകുമോ അദ്ദേഹം ചിരിച്ചുകൊണ്ട് അന്ന് സംഭാഷണം പൂർത്തിയാക്കിയത് എന്ന് തോന്നുന്നുവെന്നും അരുൺ രാഘവൻ പറയുന്നു. അദ്ദേഹം പലപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇന്റർവ്യൂ എപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അരുണിനെ വിളിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ മണിക്കൂറുകൾക്കുള്ളിൽ അത് നീക്കം ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം എത്തുന്നു. അതായത് ഇന്റർവ്യൂ എന്ന് അപ്ലോഡ് ചെയ്യുമെന്ന് ഇടയ്ക്കിടയ്ക്ക് അന്വേഷിച്ച് അദ്ദേഹം ഈ ഇന്റർവ്യൂ അപ്ലോഡ് ചെയ്യുന്നു. ആ അപ്ലോഡ് ചെയ്ത ശേഷം സന്തോഷം അറിയിക്കുന്നു, നന്നായി എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഒപ്പം തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ അത് നീക്കം ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും അരുൺ രാഘവനെ വിളിക്കുന്നു. എന്നിട്ട് തന്നെ നിരാശനാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചില കാരണങ്ങളും പറഞ്ഞു. ED റെയ്ഡ് ഉണ്ട്, വെറുതെ ഈ സമയത്ത് അത് കൊടുക്കണ്ട, ഒഴിവാക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നീട് 2 ആഴ്ച കഴിഞ്ഞ് അദ്ദേഹം വിളിച്ചു കൊടുത്തോളൂ എന്ന് പറഞ്ഞു. വൈകിയതിൽ ക്ഷമിക്കണമെന്ന് കൂടി പറഞ്ഞു. ഓക്കെ അല്ലേ സാർ എന്ന ചോദ്യത്തിന് അറിയാലോ ED റെയ്ഡ് ചെയ്താലുള്ള പ്രശ്നങ്ങൾ എന്ന് മാത്രം മറുപടി നൽകി. അതിനെക്കുറിച്ച് നേരിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞുവെങ്കിലും പിന്നെ അത് നടന്നില്ല എന്നാണ് അരുൺ രാഘവൻ പറഞ്ഞു. ആ അരുൺ രാഘവന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: എല്ലാം നേടിക്കഴിഞ്ഞു, ബക്കറ്റ് ലിസ്റ്റിൽ ഇനി ഒന്നുമില്ല, എപ്പോൾ മരിച്ചാലും ഞാൻ ഹാപ്പിയാണ്, വിമാനയാത്രക്കിടെ അപകടമുണ്ടായാലും നൃത്തം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പോഡ്കാസ്റ്റ് ഷൂട്ട് അദ്ദേഹം അവസാനിപ്പിച്ചത്. അരമണിക്കൂർ സംസാരിക്കാനിരുന്ന ഡോക്ടർ റോയ് 1.5 മണിക്കൂറോളം ജീവിതം പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. ഇന്റർവ്യൂ ഒന്ന് അപ്ലോഡ് ചെയ്യുമെന്ന് ഇടയ്ക്കിടയ്ക്ക് അന്വേഷിച്ച അദ്ദേഹം അപ്ലോഡ് ചെയ്ത ശേഷം സന്തോഷം അറിയിച്ചു. പക്ഷേ മണിക്കൂറുകൾക്കുള്ളിൽ അത് നീക്കം ചെയ്യണമെന്ന് അപേക്ഷിച്ചു. തന്നെ നിരാശനാക്കാതിരിക്കുവാൻ അദ്ദേഹം കാരണം പറഞ്ഞു. ED റെയ്ഡുണ്ട്, വെറുതെ ഈ സമയത്ത് അത് കൊടുക്കേണ്ട, അത് ഒഴിവാക്കൂ എന്ന് പറഞ്ഞു. പിന്നീട് 2 ആഴ്ച കഴിഞ്ഞ് അദ്ദേഹം വിളിച്ചു, കൊടുത്തോളൂ എന്ന് പറഞ്ഞു. വൈകിയതിൽ ക്ഷമാപണവും പറഞ്ഞു. അഭിമുഖം അപ്ലോഡ് ചെയ്ത് 2 മാസം തികഞ്ഞില്ല. ഇതാ ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. മാനസിക സംഘർഷത്തിനിടെ ആകുമോ അദ്ദേഹം ചിരിച്ചുകൊണ്ടെന്ന് സംഭാഷണം പൂർത്തിയാക്കിയത് എന്നും ഈ പടം ഇങ്ങനെ ഒരു അവസരത്തിൽ ഉപയോഗിക്കേണ്ടി വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നും ആദരാഞ്ജലികൾ ഡോക്ടർ CJ റോയ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന അരുൺ രാഘവന്റെ ആ ഒരു കുറിപ്പ് വേദനാജനകം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിലുള്ള ജീവനൊടുക്കിയ പ്രമുഖർ എന്ന് പറയപ്പെടുന്നത് ഇതുപോലെ CJ റോയിയെ പോലെ തന്നെ നിരവധി പേരുണ്ട് കേട്ടോ. ഒരിക്കലും ഇങ്ങനെ സമ്മർദ്ദത്തിലാക്കി ഒരാളെ കൊല്ലാക്കൊല ചെയ്യരുത്, സ്വയം മരിക്കാൻ അനുവദിക്കരുത് അവരെ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ക്രൂരമാണ് കേന്ദ്ര ഏജൻസികളുടെ ഈ അന്വേഷണം എന്ന് പറയുന്നത്, ഈ അന്വേഷണ പ്രഹസനം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളുടെ ഭാഗമായിട്ട് ജീവനൊടുക്കിയ നിരവധി പ്രമുഖരുണ്ട്. BK ബെൻസൽ മുതൽ CJ റോയ് വരെ, അങ്ങനെ നീണ്ടു കിടക്കുന്നു ആ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇന്ത്യൻ ബിസിനസ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് ആ മരണ വാർത്ത പുറത്തു വന്നത്. കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയ് ബംഗളൂരിൽ കമ്പനി ആസ്ഥാനത്ത് കോർപ്പറേറ്റ് ഓഫീസിനകത്ത് വെച്ച് സ്വയം വെടിവെച്ച് ജീവനൊടുക്കി എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം വൈകുന്നേരം നമ്മൾ അറിയുന്നത്. അതും ഓഫീസിൽ ആദായ നികുതി റെയ്ഡ് നടക്കുന്നതിനിടെ. ഇതോടെയാണ് ഇപ്പോൾ സമാന സാഹചര്യത്തിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നടക്കുന്നതിനിടെ ജീവനൊടുക്കിയ മറ്റു ചില പേരുകൾ കൂടി ചർച്ചയാകുന്നുണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഏജൻസികൾക്ക് ആർക്കും ഒരാളെ കൊല്ലാനുള്ള അവകാശവും അധികാരവും ഒന്നും മാർഗം നൽകിയിട്ടില്ല, ഏത് കേന്ദ്ര ഏജൻസിയാണെങ്കിലും. അത്തരത്തിൽ ജീവനൊടുക്കി പോയവർ നിരവധിയാണ്. നമുക്കറിയാം, ഒരു വ്യവസായിയായിട്ടുള്ള മധ്യപ്രദേശിലെ മനോജ് പാർമർ 2024 ഡിസംബർ
മധ്യപ്രദേശിലെ പ്രമുഖ വ്യവസായിയായിട്ടുള്ള മനോജ് പർമറിനെയും ഭാര്യ നേഹയെയും സെഹോർ ജില്ലയിലുള്ള വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. തന്റെ മരണത്തിന് കാരണം ഇഡിയുടെയും BJP നേതാക്കളുടെയും ഭാഗത്ത് നിന്നുള്ള സമ്മർദ്ദമാണ് എന്ന് അദ്ദേഹം ആത്മഹത്യാക്കുറിപ്പിൽ ആരോപിച്ചതായിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. തന്റെ മക്കളെ സംരക്ഷിക്കണമെന്ന് രാഹുൽ ഗാന്ധിയോടും കോൺഗ്രസ് നേതാക്കളോടും അദ്ദേഹം ആത്മഹത്യാക്കുറിപ്പിൽ ആവശ്യപ്പെട്ടിരുന്നതും വാർത്തയായിരുന്നു എന്നതാണ്. എന്തിനാണ് ഇങ്ങനെ ഓരോരുത്തരെയും കൊല്ലാൻ പ്രേരിപ്പിക്കുന്നത്? ഇവന്മാരുടെ ആദർശം കാണിക്കേണ്ടത് ഇവിടെയാണ്. ഇനിയുണ്ട് വിജി സിദ്ധാർത്ഥ, കഫേ കോഫിയുടെ മുതലാളിയായിരുന്നു. 2019 ജൂലൈ ഇന്ത്യൻ ബിസിനസ് ലോകത്ത് ഇന്ത്യയുടെ കോഫി കിങ് എന്ന വിശേഷണം നേടി സ്വന്തം ഇരിപ്പിടമുറപ്പിച്ച ബിസിനസ്സുകാരൻ വിജി സിദ്ധാർത്ഥ. എന്നാൽ മംഗളൂരിൽ നിന്ന് നേത്രാവതി പുഴയിൽ ചാടി അദ്ദേഹം പെട്ടെന്നൊരു ദിവസം ജീവനൊടുക്കി. അവിടെയും എന്താ കാരണം? ആദായ നികുതി വകുപ്പിന്റെ മുൻ ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള സമ്മർദ്ദവും തന്റെ ഓഹരികൾ കണ്ടുകെട്ടിയതും തന്നെ തളർത്തിയെന്ന് അദ്ദേഹം തന്റെ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷം കഫേ കോഫിയുടെ വീണ്ടും ബിസിനസ് രംഗത്ത് വലിയ കുതിപ്പോടെ ഉയർന്നു വന്നു എന്നുള്ളത് ചരിത്രമാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കഷ്ടപ്പെട്ട് ആ ബിസിനസ് സാമ്രാജ്യത്തിനെ തകരാതെ കാത്തു സൂക്ഷിച്ചു എന്നുള്ളത് ചരിത്രമായി നമ്മുടെ മുൻപിൽ നിൽപ്പുണ്ട്. ഇനിയുമുണ്ട് ഇത്തരത്തിലുള്ള ആൾക്കാർ. BK ബൻസാൽ, മുൻ ഡെപ്യൂട്ടി ജനറൽ ആയിട്ടുള്ള കോർപ്പറേറ്റ് അഫയേഴ്സിൽ 2016 സെപ്റ്റംബറിൽ നടന്ന സംഭവമാണ്. ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്കെതിരായിട്ടുള്ള അന്വേഷണം അട്ടിമറിക്കുവാൻ ഇവരിൽ നിന്ന് കൈക്കൂലി വാങ്ങി എന്നുള്ള കേസിൽ CBI ബൻസാലിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യയും മകളും ജീവനൊടുക്കിയത്. 2 മാസത്തിന് ശേഷം ബൻസാലും മകനും ഇതേ വഴിയിൽ ജീവിതം അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. താമസിച്ചിരുന്ന ഫ്ളാറ്റിലാണ് ഈ 4 പേരും ജീവിതം അവസാനിപ്പിച്ചു കളഞ്ഞത്. അതേ ആത്മഹത്യാക്കുറിപ്പിൽ CBIക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് അന്ന് ഉന്നയിക്കപ്പെട്ടത്. എന്നാൽ ആരോപണങ്ങളെല്ലാം നിഷേധിച്ചാണ് ഈ ബൻസാലിനെതിരെ CBI രംഗത്ത് വന്നത്. അതായത് മരിച്ചവൻ എന്തായാലും കുഴിയിൽ നിന്ന് എഴിച്ചുവെന്ന് ഇവർക്കെതിരെ ആരോപണം ഉന്നയിക്കില്ലല്ലോ. എഴുതി വെച്ച ആ അക്ഷരങ്ങളെ ചുട്ടരിക്കാൻ ഇവിടുത്തെ കേന്ദ്ര ഏജൻസികൾക്ക് കഴിയുമെന്നുള്ളത് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇങ്ങനെ ബൻസാലിനെ പോലെ, വിജയ് സിദ്ധാർത്ഥയെ പോലെ, അല്ലെങ്കിൽ മനോജ് പാർമറിനെ പോലെ, എന്തിന് അവസാനം ഇപ്പോൾ ജീവനൊടുക്കിയ CJ റോയിയെ പോലെ നിരവധി പേർ ഇവരെയൊക്കെ എങ്ങനെയാണ് നമ്മൾ അഭിമുഖീകരിക്കേണ്ടത്? ഇവരെയൊക്കെ എന്തിനാണ് ഇവരിങ്ങനെ കൊന്നു തള്ളുന്നത് എന്നതാണ്. ഇനിയുമുണ്ട് ഇങ്ങനെ ഈ നിരത്താൻ ഇത്തരത്തിൽ സമ്മർദ്ദത്തിലാക്കി കൊന്നു തള്ളിയ പാവങ്ങൾ. പണത്തിന്റെ അളവിലല്ല, മനസ്സിന്റെ വലിപ്പത്തിലും നിസ്സഹായതയിലും പെട്ടുപോയവർ. സമ്മർദ്ദത്തിലാക്കി കൊല്ലുക, ഇതെന്തൊരു നീതിയാണ്? കഷ്ടമാണ്. ഇങ്ങനെയല്ല ഒരു സംവിധാനം മുന്നോട്ട് പോകേണ്ടത്. ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ നമ്മളെ ഭരണഘടന അനുവദിക്കുന്ന ജീവിക്കുവാനുള്ള അവകാശത്തെ ഇങ്ങനെ ഹനിക്കരുത്. അത് എത്ര വലിയ മോദിയാണെങ്കിലും, എത്ര വലിയ കേന്ദ്ര സർക്കാരാണെങ്കിലും. ഇനി ഇത്തരത്തിലുള്ള കേന്ദ്ര ഏജൻസികൾ ആരെയും കൊല്ലാതിരിക്കട്ടെ. എപ്പോൾ മരിച്ചാലും ഞാൻ ഹാപ്പിയാണ് എന്ന് മാധ്യമപ്രവർത്തകനായിട്ടുള്ള അരുൺ രാഘവനോട് തുറന്നു പറഞ്ഞ CJ റോയ്, ഞാനും പറയട്ടെ, ഇങ്ങനെ ഒരു അവസരത്തിൽ ഇത്തരത്തിലൊരു വാക്ക് ഉപയോഗിക്കേണ്ടി വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ആദരാഞ്ജലികൾ, ഡോക്ടർ CJ റോയ്.